8th യൂണിറ്റ് ലാൻഡ്, സ്പേസ്, ബെഡ് പ്ലാനിങ്, ഡ്രോയിങ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. ഇതാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ യൂണിറ്റിൽ തുടങ്ങി നമ്മൾ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്, ആ ബിൽഡിംഗ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ലേ ഔട്ട് കാര്യങ്ങളൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ബെഡ്, സ്പേസ്, ലാൻഡ്, ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ കുറച്ചും കൂടി വേറെ ഒരു ഏരിയാസ് ഡിമാൻഡും കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇനി നമ്മൾ ആ ഡിമാൻഡ് അനുസരിച്ച് എത്ര പേഷ്യൻസ് വരാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് ബെഡുകൾ പ്ലാൻ ചെയ്യുക, ബെഡ് അറേഞ്ച്മെൻറ്റ്സ് പ്ലാൻ ചെയ്യുക, ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്ന ഭാഗം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആർക്കിടെക്റ്റ് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ബിൽഡിങ്ങിൽ മസ്റ്റായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ലൊക്കേഷൻ, സൈസ് ആൻഡ് ബെഡ് ഡിസ്ട്രിബ്യൂഷൻ പ്ലാനിങ് ആൻഡ് ലേഔട്ട് ഡിസൈൻ വൺ ഓഫ് ദ ട്രിക്കിയസ്റ്റ് പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഡിസൈൻ. അതായത് നമുക്ക് സംടൈംസ് ഒരുപാട് സ്പേസ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ്. ഇപ്പം നമ്മളുടെ അവിടെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി റൂറൽ ഏരിയയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സ്പേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ അത്ര സ്പേസ് ഒന്നും മറ്റുള്ള ടൗൺ ഏരിയയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവണമെന്നില്ല. കുറച്ചും കൂടി ടൗൺ ആയിട്ടുള്ള മുംബൈ, ബാംഗ്ലൂർ അങ്ങനെയുള്ള സിറ്റികളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഇത്രയധികം സ്ഥലമൊന്നും ചിലപ്പോൾ അവൈലബിൾ ആയിന്ന് വരില്ല. ഇത്ര വലിയ ഹോസ്പിറ്റൽസും അവിടെ ഉണ്ടാവില്ല. വേണമെങ്കിൽ ഒരെണ്ണമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ആകെ കൂടിയിട്ട് ഇത്ര വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിനേക്കാളും സൗകര്യം കുറച്ചും റൂറൽ ഏരിയ ആയതുകൊണ്ട് തന്നെ സ്പേസും കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, ഈ യൂണിറ്റിൽ മെയിനായിട്ട് നോക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതൊരു ട്രിക്കിയസ്റ്റ്, അതായത് നമുക്കുള്ള സ്പേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തിരുന്നത് ഓരോന്നും സെപ്പറേറ്റ് റൂമൊക്കെ ആക്കിയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ ഹാളുകളാക്കിയിട്ടാണ് തിരിക്കുക, റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള പല മെറ്റീരിയൽ ഉപയോഗിച്ച് റൂം സ്പേസ് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈച്ച് ക്ലിനിക്കൽ സ്പേസ് ഈസ് വോവൺ അറൗണ്ട് ലോ ഹൗ ക്ലിനീഷ്യൻ ഇൻട്രാക്ട് വിത്ത് ലൊക്കേഷൻ, സൈസ്, എക്യുപ്മെൻറ്റ് ആൻഡ് പേഷ്യൻ്റ്. ഇനി ഓരോ ക്ലിനിക്കൽ സ്പേസും അതിന് വേണ്ട ലൊക്കേഷൻ എത്ര വേണം, ഓരോന്നിനും സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ എക്സ്റേക്ക് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സ്പേസ് വേണം, ECGക്ക് ആണെങ്കിൽ അതിന് വേണ്ട സ്പേസ് വേണം. അപ്പോൾ അങ്ങനെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നു, ഫാർമസി, അതേപോലെ തന്നെ കൺസൾട്ടിങ് റൂം, അങ്ങനെ ഓരോന്നിനും വേണ്ട സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. സൈസ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് പേഷ്യൻ്റ്. ഈച്ച് ഹോസ്പിറ്റൽ കോംപ്രൈസ് വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ഫംഗ്ഷൻ യൂണിറ്റ്. ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. ദീസ് ഇൻക്ലൂഡ്സ് ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫംഗ്ഷൻസ്. ഡയഗ്നോസ്റ്റിക്കും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ സച്ച് ക്ലിനിക്കൽ ലബോറട്ടറീസ് ഉണ്ടാവും, ഇമേജിങ്, എക്സ്റേ, MRI, അതൊക്കെ. എമർജൻസി റൂംസ് ഉണ്ടായിരിക്കും, സർജറി റൂംസ് ഉണ്ടായിരിക്കും, ഹോസ്പിറ്റാലിറ്റി ഫംഗ്ഷൻസ്, റിസപ്ഷൻ, അങ്ങനെയുള്ള ഏരിയാസ് സച്ച് ആസ് ഫുഡ് സർവീസ് ആൻഡ് ഹൗസ് കീപ്പിംഗ്. അതുപോലെ തന്നെ ഫുഡ് സർവീസ്, ഹൗസ് കീപ്പിംഗ് വേണം. ആൻഡ് ഫണ്ടമെൻ്റൽ ഇൻപേഷ്യൻറ്റ് കെയർ ആൻഡ് ബെഡ് റിലേറ്റഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻപേഷ്യൻ്റ് ആയിട്ടുള്ള കെയർ, ബെഡ് റിലേറ്റഡ് ഫംഗ്ഷൻ, ആ ഏരിയയിലൊക്കെ എന്തുണ്ടായിരിക്കണം, നേഴ്സിംഗ് സ്റ്റേഷൻസ് ഉണ്ടായിരിക്കണം. ദിസ് ഡൈവേഴ്സിറ്റി റിഫ്ലക്റ്റഡ് ഇൻ ദ ബ്രെഡ്ത്ത് ആൻഡ് സ്പെസിഫിസിറ്റി റെഗുലേഷൻസ് കോഡ്സ് ഓവർ സൈറ്റ് ദാറ്റ് ഗിവൺ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ. ഇതിന് മുൻകൂട്ടി തന്നിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. അതനുസരിച്ചാണ് കുറേയൊക്കെ ചെയ്യുക. പിന്നെ നമ്മളുടെ സൗകര്യം, നമ്മുടെ സ്പേസ്, അതൊക്കെ അനുസരിച്ച് അതിൽ ചേഞ്ചസ് വരും. ഹൈലി കോംപ്ലിക്കേറ്റഡ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ്. അതായത് അതിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും ഇലക്ട്രിക്കൽ, പ്ലംബിങ്, അങ്ങനത്തെ മെക്കാനിക്കൽ വർക്കുകളൊക്കെ ചെയ്യുമ്പോഴും അതിന് സ്പെഷ്യലൈസ്ഡ് സ്കില്ലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വരുന്നത് മസ്റ്റ് ബി അക്കോമഡേറ്റഡ് ഹോസ്പിറ്റൽ മസ്റ്റ് സിവിയർ സപ്പോർട്ട് മെനി ഡിഫറെൻറ്റ് യൂസേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കുറേ ആൾക്കാർ അതിൻ്റെ ബെനിഫിറ്റ്സ്, വിസിറ്റേഴ്സ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, വളണ്ടിയേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള സ്പേസും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ബിൽഡിംഗ് ആട്രിബ്യൂട്ട്സ്. ഒരു ബിൽഡിങ്ങിന് വേണ്ട മെയിനായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. ആദ്യം വേണ്ടത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനും പറ്റണം, കോസ്റ്റ് ഇഫക്റ്റീവ് ആവാൻ വേണം. പ്രൊമോട്ട് സ്റ്റാഫ് എഫിഷ്യൻസി, മിനിമൈസിങ് ഡിസ്റ്റൻസ് നെസറി ട്രാവൽ ബിറ്റ്വീൻ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്പേസ്. എപ്പോഴും ഡിസ്റ്റൻസ് കുറയ്ക്കുക. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഡിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ല ഈസി വിഷ്വലൈസേഷൻ, സൂപ്പർവിഷൻ പേഷ്യൻറ്റ് ബൈ ലിമിറ്റഡ് സ്റ്റാഫ്. അതായത് നമ്മളുടെ ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും 8-9 ഒക്കെ സ്റ്റാഫ് ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 2 നേഴ്സസാണ് ഉണ്ടാവുള്ളൂ. BSc നേഴ്സുമാരാണ് കൂടുതൽ നിൽക്കുന്നത്.
രണ്ടാളൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് സൂപ്പർവിഷൻ ചെയ്യാൻ പറ്റണം. അത് ഗ്ലാസ് വിൻഡോസൊക്കെയാണ് നമ്മൾ കബോർഡുകളൊക്കെ ഗ്ലാസ് കൊണ്ടാണ് ചെയ്യുക. അവിടെ ഇരുന്ന് നോക്കിയാൽ തന്നെ ആ വാർഡിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് കാണാൻ പറ്റണം. ഇൻക്ലൂഡ് ഓൾ നീഡഡ് സ്പേസസ് ബട്ട് നോ റിഡൻഡൻറ്റ് വൺ. അതായത് എല്ലാ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഒരു ഭാഗം പോലും വെറുതെ ഒഴിച്ചിടാനായിട്ട് പാടില്ല. ദിസ് റിക്വയർസ് കെയർഫുൾ പ്രീ ഡിസൈൻ പ്രോഗ്രാമിംഗ്. ഇതിന് നമുക്ക് കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ് ആവശ്യമായിട്ടുണ്ട്. ഇനി പ്രൊവൈഡ് എഫിഷ്യൻറ്റ് ലോജിസ്റ്റിക് എലിറ്റേഴ്സ്, ന്യൂമാറ്റിക് ട്യൂബ്സ്, ബോക്സ് കൺവേയേഴ്സ്, മാനുവൽ ഓട്ടോമേറ്റഡ് കാർഡ്സ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിഫ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ചില എന്താ പറയുക ന്യൂമാറ്റിക് ചൂട്ട് എന്ന് പറയും. അതായത് നമ്മൾ മരുന്നുകൾ, പിന്നെ അതേപോലെ തന്നെ ബെഡ്ഷീറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ മുകളിൽ നിന്ന് 8ാമത്തെ ഫ്ലോറിലാണെങ്കിൽ 8ാമത്തെ ഫ്ലോറിൽ ലിഫ്റ്റിൽ കയറാൻ പറ്റില്ല. ലിഫ്റ്റ് ഇപ്പോൾ 1 or 2 ലിഫ്റ്റൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം വേണമെങ്കിൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കും, 1 or 2 എണ്ണം വേണമെങ്കിൽ അവിടുത്തെ പേഷ്യൻസിന് ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്കി പിന്നെ അവർ ചെയ്യുന്നത് ലിഫ്റ്റ് പോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് എത്തുന്ന തരത്തിലുള്ള, ഇപ്പോൾ നിങ്ങൾ തുണിക്കടകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർ ഒരു പാക്കാക്കിയിട്ട് ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് ഇടും. അതാണ് എലക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് അത് ആ ട്യൂബിൽ കൂടെ അവർ ഇട്ട് കൊടുത്താൽ താഴത്തെ കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ബോക്സ് കൺവേയേഴ്സ്. ബോക്സിലൊക്കെ ആക്കിയിട്ട് ഇറക്കി വിടും കൺവേ ചെയ്യാനായിട്ട്. മാനുവൽ ഓർ ഓട്ടോമേറ്റഡ് കാർഡ്സ്, പിന്നെ വണ്ടികൾ, ഈ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ എന്താ പറയുക വേസ്റ്റുകൾ അതൊക്കെ എടുത്ത് കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടികൾ കാര്യം. ഗ്രാവിറ്റി ഓഫ് ന്യൂമാറ്റിക് ചൂട്ട്സ്, ഈ ചൂട്ടുകളിലൂടെയാണ് നമ്മൾ ഈ സാധനം ഇങ്ങനെ ഇറക്കി കൊണ്ടുവരിക. എഫിഷ്യൻറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് ഫുഡ് ആൻഡ് ക്ലീൻ സർപ്ലൈസ്, റിമൂവൽ ഓഫ് വേസ്റ്റ്, റീസൈക്കിൾസ്, സോളിഡ് മെറ്റീരിയൽ. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ലാബിൽ നിന്നൊക്കെ ആണെങ്കിൽ ലാബിൽ കുറേ വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇതുപോലെ കൊണ്ടുപോകണം കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഇതുപോലെയുള്ള ചൂട്ട്സ് വഴി, അതായത് താഴത്തേക്ക് എത്തിക്കാനുള്ള ചെറിയ ഒരു ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിൽ കൂടെ താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ താഴത്തെ ഇതിലേക്ക് എത്തും. അത് കറക്റ്റ്. പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ ബോക്സ് കൺവേയേഴ്സ്, അതായത് വലിയ വലിയ ബോക്സുകളാക്കിയിട്ട് താഴത്തേക്ക് ഇതുപോലെ ഇടുന്നുണ്ടായിരിക്കും. അതായത് വലിയ ലിഫ്റ്റുകളല്ല, ചെറിയ ചെറിയ ലിഫ്റ്റ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാധനങ്ങളുണ്ടായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സ്പേസാണ് ആവശ്യമായിട്ട്. അപ്പോൾ ആ സ്പേസ് നമ്മൾ റിഡൻഡൻ്റായിട്ട്, അതായത് വെറുതെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഇത് അറേഞ്ച് ചെയ്യണം. മേക്ക് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് സ്പേസ്, ലൊക്കേറ്റിംഗ് സപ്പോർട്ട് സ്പേസ് ഷെയർഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് ഫങ്ഷണൽ ഏരിയാസ്. ഇനി 2 ഫങ്ഷണൽ ഏരിയാസ് തമ്മിൽ സപ്പോർട്ടഡ് സ്പേസുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്നതാണ് മെയിൽ വാർഡുകളും ഫീമെയിൽ വാർഡുകളും. അപ്പോൾ ഇത് രണ്ടും ഒരു ഓർത്തോൻ്റെ ആണെങ്കിൽ മെയിൽ അപ്പുറത്തും ഫീമെയിൽ ഇപ്പുറത്തും ആയിരിക്കും. അപ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ എക്യുപ്മെൻറ്റ്സ് 2 പേർക്കും ഒരേപോലെ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണം ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നോർമലി ഒരു അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കടക്കാനുള്ള എന്തെങ്കിലും വഴികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാഫിന് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനുള്ള വഴികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കണം. കൺസോൾഡ് ഔട്ട് പേഷ്യൻറ്റ് ഫങ്ഷൻസ് മെയർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലാണ്